ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡേർഡ് സാരി ഇൻ ലിനൻ ഫിനിഷ്. അപ്പം നമുക്കിതിനകത്ത് കളർ വേരിയൻസും വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ചെറിയ വേരിയേഷൻസോടും കളേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നേക്കാണ്. ക്രോസ് സ്റ്റിച്ച് ഫ്ലോറൽ ബോർഡർ പാറ്റേണും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് ബോഡി തീരെ പ്ലെയിൻ ആവാതെ സ്കാറ്റേഡ് ആയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ ഒരാൾ പറയുമായിരുന്നു നമ്മുടെ പിക്സലേറ്റഡ് കാർട്ടൂൺ ഇമേജസ് പോലെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതൊരു ഫൺ ലുക്കല്ല, മൊത്തത്തിൽ ഇതിനൊരു ഫെമിനിൻ ലുക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ദ കളർ ഓൾസോ മേക്സ് ദി ഡിഫറൻസ്. എനിക്കിതിനകത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര എലഗൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. 1999 റേഞ്ചിൽ വന്നിരിക്കുന്ന ലിനൻ സാരിയാണ്, ലിനൻ ഫിനിഷിൽ വന്നിരിക്കുന്ന സാരി വിത്ത് സിൽവർ സറി ബോർഡർ ആൻഡ് ആ ബോർഡറിനകത്ത് കൂടെ തന്നെ വളരെ ഫൈനായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര വലിയ ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ അല്ല, ഫൈനായിട്ട് 3 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സോ യു ഹാവ് എ green branch and leaf happening, and the florals comes in 2 shades with an outline and filling ആയിട്ട് വന്നേക്കുവാണ്. So this is the whole look. It's lightweight sarees. It's good for the summer. And ഇതിൻ്റെ ബ്ലൗസിലും ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കുറച്ചും കൂടി ക്ലോസർ ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. സ്കാറ്റേഡ് ആയിട്ട് ബ്ലൗസ് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. 1999 റേഞ്ചിൽ വന്നിരിക്കുന്നത്. RP 340 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. This is the next look. ഇപ്പോൾ കളർ പാലറ്റ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാം കേട്ടോ. ആൻഡ് ബ്ലൗസ് ഓൾസോ ദിസ് ഇസ് ഓൾസോ ഗോട്ട് ദ സിൽവർ സറി ആൻഡ് എംബ്രോയിഡറി. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമുള്ള ഒരു കളർ പാലറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് വെരി ക്ലോസ് ടു ദി സെൽഫ് കളർ. ഇൻസൈഡിൽ വന്നിരിക്കുന്ന ഫില്ലിങ്സ് മോർ ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ലീഫ് പാറ്റേൺസ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. സോ യു ഹാവ് ദ ബ്ലൗസ് ഹിയർ ഫുള്ളായിട്ട് ലൈറ്റ് എംബ്രോയിഡറി ലുക്കിലാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പാറ്റേൺസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ യു ഹാവ് നേവി ഇലക്ട്രിക് ബ്ലൂ ആൻഡ് പെയിൽ ബ്ലൂ സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരി. ആൻഡ് യു ഹാവ് മൾട്ടി കളേർഡ് ടാസിൽസ്, നൈലോൺ ത്രെഡ് ടാസിൽസ് ഇതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ലോങ് ആസ് വെൽ. ഇറ്റ്സ് നൈസ്. RP 340 എന്ന കോഡിൽ അവൈലബിൾ ആക്കി. ഇനി ഒരു സെക്കൻഡ്, RP 430 ആണ് കേട്ടോ, തിരിഞ്ഞു പോയി പറഞ്ഞത്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഇതിനകത്ത് വൺ സൈഡ് ആൻസർ ഒരു വൈറ്റ് സ്റ്റോണാണ്. അപ്പോൾ അതാണ് അതിനകത്തൊരു ലൈറ്റർ ഫീൽ എല്ലാ ഷെയ്ഡ്സിൻ്റെ അകത്തും വരുന്നത്. ആ ഒരു വൈറ്റിഷ്നെസ് എല്ലാത്തിലും വരും. മേക്സ് ഇറ്റ് വെരി പ്ലസൻറ്റ് ആൻഡ് ലൈറ്റ്. ആൻഡ് ദിസ് ഇസ് ദി നെക്സ്റ്റ് വൺ. ഇത് ബ്രൈറ്റ് കോമ്പിനേഷനാണ്, ലൈവ്ലി കോമ്പിനേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡും ഇതൊരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു ഡാർക്ക് ഷെയ്ഡ്സിലാണ് അതിൻ്റെ എല്ലാ എംബ്രോയിഡറിയുടെയും ഫ്ലോറൽ ഔട്ട്ലൈൻസ് വന്നിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ. സോ ദിസ് ഇസ് ദി പീച്ച് പിങ്ക് ലുക്ക്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് എ വെരി പ്ലസൻറ്റ് വൈബ്രൻറ്റ് യെല്ലോ ഷെയ്ഡ്. ഓക്കെ, എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ വിഷു ആസ് വെൽ. നമുക്കിപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ബിഫോർ വിഷു ഓൾസോ. ദിസ് ഇസ് പ്രിറ്റി നൈസ്. വി ഹാഡ് സംബഡി ആസ്കിങ് അസ്, നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കസ്റ്റമറിൻ്റെ പേര് കുറച്ച് മറന്നുപോയി, കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു കളക്ഷൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ഓൾസോ കംസ് ഇൻ ടു ദറ്റ് കാറ്റഗറി വേർ യു ഹാവ് യെല്ലോ ആൻഡ് ഗ്രീൻ ഹാപ്പനിങ്. സോ ദിസ് ഇസ് ദി യെല്ലോ, പെയിൽ യെല്ലോ ഷെയ്ഡ്. അപ്പോൾ RP 430, പ്രൈസ് അറ്റ് 1999. ടിഷ്യൂ സാരീസ് ഇപ്പോൾ ട്രെൻഡായിട്ടിരിക്കുന്ന സാരീസാണ്. എന്നാൽ ടിഷ്യൂ സാരീസ് കുറച്ചൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നാലോ? നല്ല ഭംഗിയുള്ള സിൽവർ ടിഷ്യൂ സാരി അലോങ് വിത്ത് സെൽഫ് വീവിങ് നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ. 2799 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. സാരിയിൽ അപ്പർ പോർഷനിൽ ഫുള്ളായിട്ടും ഇതുപോലെ സെൽഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വീവിങ് ആണ് വന്നേക്കുന്നത്. അത് വൈറ്റ് സിൽവർ ബോഡിയിൽ, സിൽവർ ടിഷ്യൂവിൽ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്ത്, വൈറ്റ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വീവിങ് സ്റ്റൈലാണ് വന്നേക്കുന്നത്. അതൊരു ലാഡർ പോലെ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഫുൾ സാരിയിൽ വീവ് ചെയ്ത് വന്നേക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡേഴ്സും ഒക്കെ ആയിട്ട് ലോവർ പോർഷനിൽ സാരി പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോവർ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ വീവിങ് സ്റ്റൈൽ വന്നേക്കുന്നത്. വീവിങ് അല്ല, ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ.
മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അപ്പോൾ ഈ വൈറ്റ് കളറിൽ ആ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നതുകൊണ്ട് ആ ടിഷ്യൂവിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഷീനില്ല, എന്നാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന വീവിങ് സ്റ്റൈലാണ്, ഒരു വീവിങ് സ്റ്റൈലല്ല എംബ്രോയിഡറി സ്റ്റൈലാണ് ഇതിൽ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. നമുക്ക് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും പെയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത് സെയിം ടിഷ്യൂ ബ്ലൗസ് തന്നെയാണ്, പ്ലെയിൻ ടിഷ്യൂ ബ്ലൗസ് തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്. നമുക്കിത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ജക്കാർഡ് വീവിങ് പാറ്റേൺ ഉള്ള ബ്രൊക്കേഡ് ബ്ലൗസാണ്, കത്താൻ വീവിങ് പാറ്റേൺ ഉള്ള ബ്ലൗസാണ്. ബ്ലൗസൊക്കെ നമ്മുടെ വെബ് പേജിൽ അവൈലബിൾ ആണ് കേട്ടോ, VM എന്ന കോഡിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ബ്രൊക്കേഡ് ബ്ലൗസിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. അങ്ങനെ ഇതിപ്പോൾ സിൽവർ ആണല്ലോ, ഇനി ഗോൾഡൻ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. BLD 209 എന്ന കോഡിൽ 2799 പ്രൈസ് റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പല്ലു ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്, പല്ലുവിൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. വീവിങ്ങിൻ്റെ ഇടയിൽ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ആ വൈറ്റ് സിൽവറിൽ വൈറ്റ് കളർ ത്രെഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ആ കസൂത്തി വർക്കൊക്കെ പോലെ വരുന്ന റണ്ണിങ് കാന്ത സ്റ്റിച്ചിൽ ചെയ്തേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ബോർഡറിൽ മുന്താണിയുടെ ബോർഡറിൽ ഒരു ബോൾഡായിട്ടുള്ളൊരു ലൈനും ടാസിൽസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രിറ്റി ആയിട്ടുള്ള സാരി. ഇതുപോലത്തെ ബ്ലൗസാണ് കേട്ടോ എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. പ്ലെയിൻ ടിഷ്യൂവിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് സെയിം തന്നെ നമുക്ക് ഇതുപോലെ വീവിങ് സ്റ്റൈലില്ല, എന്നാൽ പ്യുവറായിട്ടുള്ള ടെസറിൻ്റെ ഫിനിഷിൽ വരുന്ന ടെസറും ടിഷ്യൂ വീവിങ്ങും കൂടെ വന്നിരിക്കുന്ന സാരീസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരു 7000 to 8000 റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന 2799 വന്നിരിക്കുന്ന സെമി ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന സെമി ടിഷ്യൂ കാറ്റഗറി വരുന്ന സാരിയാണ്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ചൂട് സമയം നമ്മളെല്ലാവരും കംഫർട്ടബിൾ ക്ലോതിങ് നോക്കി നടക്കുകയായിരിക്കും. നമ്മളിപ്പോൾ വാർഡ്രോബിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇടാൻ ഭംഗിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇടത്തില്ല, അത്രയ്ക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് സം ബ്യൂട്ടിഫുൾ ലിനൻ കളക്ഷൻ വിച്ച് ഇസ് ഈക്വലി ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര കംഫർട്ട് ലെവലിലും വന്നിരിക്കുന്ന ലിനൻ സാരീസ്. പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, കളർ വേരിയൻസും വന്നിട്ടുണ്ട്. ഭംഗി എന്ന് പറയുന്നത് വെച്ചോണ്ട ഇതിനകത്ത് എല്ലാം നമുക്ക് ചേരുന്ന ഈ വീറ്റിഷ് കോംപ്ലക്ഷൻ ആണെങ്കിലും ഒക്കെ ചേരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. 3 ലുക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ലിനൻ കളക്ഷൻ്റെ അകത്ത് കുറച്ചധികം ലുക്സ് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാം വെബ്സൈറ്റിൽ തന്നെ YNGയുടെ തന്നെ ഡിഫറെന്റ് കോഡ്സിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. യു കൻ ചെക്ക് ഇറ്റ് ഔട്ട്. 3999 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. നമുക്ക് ഓരോന്നായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നതിനകത്ത് ഒരു തിൻ ബോർഡർ പാറ്റേൺ, സിൽവർ സറിയും വരുന്നുണ്ട്, കോൺട്രാസ്റ്റ് സ്റ്റോണും കൂടെ വന്നിട്ടാണ് അതിന്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. എല്ലാം പ്രിന്റിൽ തന്നെയാണ് വരുന്നത്. ഒരു സിഗ്സാഗ് ബത്തീക് ഇൻസ്പയർഡ് പ്രിന്റ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ പ്രിറ്റി പല്ലു, സിൽവർ സറിയും അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ലിനൻ മിക്സ്ഡ് ആയിട്ടാണ് സെറിയും വന്നിരിക്കുന്നത്, വീവിങ്ങും കൂടെ വന്നിരിക്കുന്നത്. നല്ല രസമായിട്ടാണ് വരുന്നത്. വളരെ സോഫ്റ്റ് കുഴഞ്ഞ് നമുക്ക് ഒരു കാഷ്വൽ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന sarees ആണ്. It's got a nice contrast pallu with different kind of prints, polka and stripe ലാണ് വന്നിരിക്കുന്നത്. ബ്ലൗസും പ്രിന്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. സട്ടിൽ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക് വിത്ത് ഒരു യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്രൗണിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ആൻഡ് ദെൻ ലിനൻ ആണ്. അപ്പോൾ ലിനൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഇസ് ഗോയിങ് ടു ബി എ ലൈറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ വൈറ്റിഷ് ആയിട്ട് വരും. അത് പ്രിന്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഇത് വന്നിരിക്കുന്നത്. then we have അപ്പം ഇതിൻ്റെ പല്ലുവിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓരോന്നിനും. ബോഡിയിൽ വന്നിരിക്കുന്ന പ്രിന്റ് സെയിം ആണ്. യു കെൻ ചെക്ക് ഇറ്റ് ഔട്ട് വെൻ പിക്ചേഴ്സിലും ഒക്കെ കാണും. അപ്പോൾ യു കെൻ സീ വാട്ട് ഇറ്റ് ഇസ്. പിക്ചേഴ്സ് ആകുമ്പോഴത്തേക്ക് വി കെൻ സീ ടൈം എടുത്ത് അതിനകത്ത് കമ്പയർ ചെയ്ത് വാങ്ങിക്കാനുള്ള ഇത് പറ്റുമല്ലോ. സോ ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്, ജോമെട്രിക് പ്രിന്റ്, സട്ടിലായിട്ട് വന്നിരിക്കുന്ന ജോമെട്രിക് പ്രിന്റ്. ദിസ് ഇസ് എ ഫ്ലഷ് പിങ്ക് ഷെയ്ഡ് ആണ് എൻ്റെ ലുക്ക് വിത്ത് കോൺട്രാസ്റ്റ് റാസ്റ്റ് ഓറഞ്ച്. ഒരു പെയിലാണ്, ഭയങ്കര ഡാർക്ക് അല്ല. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ബോർഡറിന്റെ അവിടെയും ഈ ഒരു പല്ലുവിന്റെ അവിടെയും മാത്രമാണ് നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ടോൺ ഇതിനകത്ത് വന്നിരിക്കുന്നത്. സിംഗിൾ കളർ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് പല്ലൂസ് ആണ് കേട്ടോ അതിനകത്ത് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് വിത്ത് കോൺട്രാസ്റ്റ് ഒരു ഇപ്പോൾ റോമ ഗ്രീനിന്റെയും ലൈറ്റ് ലീഫ് ഗ്രീൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ.
ഒരു ബ്രോക്കൺ ബത്തീക് എഫക്റ്റ് കൊടുത്ത് പ്രിന്റ് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ഓൾസോ വെരി നൈസ്. കളർ പാലറ്റ് ഇസ് വെരി പ്രിറ്റി. ഇപ്പൊ ലിനൻസിനകത്ത് നമുക്ക് ഒരുപാട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതിനകത്ത് ഒരുപാട് നമുക്ക് ഒരു കെസിയ വീവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ സീക്വൻസ് വീവ്ഡ് പാറ്റേൺസ്. അപ്പോൾ ദിസ് ഇസ് എ റിയലി ഗുഡ് പ്രിന്റഡ് കളക്ഷൻ. അപ്പോൾ പ്രിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മേക്സ് ഇറ്റ് ഈവൻ മോർ ലൈവ്ലി ആൻഡ് ഇറ്റ് സൂട്ടബിൾ ഫോർ ദ കമ്മിങ് സീസൺ ആസ് വെൽ. 3999 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ YNG 126 എന്ന കോഡിൽ ഈ ഒരു 3 കളർ പാലറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.